ഗോവിന്ദത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു എല്ലാവരെയും പൊളിച്ചടക്കി നമ്മുടെ ഗോവിന്ദ് മാധവൻ്റെ റൂമിലേക്ക് ചേക്കേറുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രേഖനയോട് പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായില്ലേ, 3 വർഷത്തിനുള്ളിൽ രേഖേച്ചിനെ മുറിയിൽ കയറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്ക്, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം, കേസ് ഞാൻ വാദിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എല്ലാവരും രാധികാമ്മയ്ക്ക് ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അയ്യപ്പേട്ടനൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ട്. രേഖയാണെങ്കിൽ ആകെ ചമ്മി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്ത് പറയണമെന്ന് അറിയാണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദൻ്റെ മുറിയിൽ സ്വന്തം ഭർത്താവിൻ്റെ റൂമിൽ കയറി പറ്റാൻ വേണ്ടി കോടതിയിൽ നിന്ന് നിയമപരമായി നീ ഓരോന്നൊക്കെ ഒപ്പിച്ചെടുത്തില്ലേ, നീ ഒരു ഭാര്യയാണോടി എന്നൊക്കെ ചോദിക്കുന്നത്. ശരിക്കും അപ്പോൾ ആ ഗീതുവിനെ ശരിക്കും കളിയാക്കണ് ഗോവിന്ദൻ. പറയുന്നുണ്ട്, ഞാൻ നല്ല ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ അത് നീ വാതിലും പൊട്ടിച്ച പോലെ നിൻ്റെ മുഖത്തും പൊട്ടിക്കണോടി എന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ട് അന്നേട്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു നല്ലൊരു നാണം കുണിയൊക്കെ പോലെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കിഷോർ ഗീതുവിനെ വിളിച്ച് ഫോണിലൂടെ ശരിക്കും അപമാനിക്കുന്നുണ്ട്. പ്രൊജക്ട് റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഗീതുവിന് തിരിച്ച് മറുപടി പറയാനൊരു വാക്കുകൾ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ തന്നെ കിഷോറിന് മനസ്സിലായിട്ടുണ്ട് ഗീതു ഒന്ന് പതുങ്ങിയെന്ന്. അപ്പോൾ ഗീതുവിനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നത്, ഇത് ഫുഡ് ഡെലിവറി അല്ല മാഡം, ഇത് നല്ല ഒന്നാം തരം പ്രൊജക്റ്റ് വർക്കാണ്, അതിന് നല്ല തല വേണം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചപ്പോൾ ഗീതുവിന് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അലറുന്നുണ്ട്. എന്തായാലും കിഷോറിനുള്ള പണി ഗീതു ഇപ്പോൾ നാളെ തന്നെ കൊടുക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.